ഞാൻ വന്നേ ഉള്ളൂ. യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നല്ലോ? ഹേ ഇല്ലടി, കുഴപ്പമില്ലായിരുന്നു. ഇനിയിപ്പോ എന്താ പരിപാടി? ഇനിയിപ്പോൾ എന്താ, ഒന്ന് ഫ്രഷ് ആവണം, ഒരു കോഫി കുടിക്കണം. ഹാ, എന്നാ നടക്കട്ടെ. ആടി, ഓക്കെ, ഞാൻ നിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. ചൂട് ചായ, മഴ, ഹാഹാ അന്തസ്. അതാരാ? നല്ല വട്ട്. ഇയാൾക്കൊന്നും വേറെ പണിയില്ലേ? ഒന്ന് വിളിച്ച് നോക്കിയാലോ? ഹലോ മാഷേ, ഇവിടെ. ഓ, എൻ്റെ തൊണ്ടല്ല വെള്ളം വറ്റുന്നല്ലാണ്ട് ഇയാൾ കേൾക്കുന്ന മട്ടൊന്നുമില്ല. എന്നാലും ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ഒരു വട്ടുണ്ടോ? വല്ല പണിയും പിടിക്കാനായിട്ട്. ബട്ട് കൊള്ളാം, നിങ്ങൾ രണ്ടും എന്തായാലും കൊള്ളാം. സെറ്റായിട്ട് എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ല. ഹെടി, അത് മനഃപൂർവ്വമല്ല. എന്തായാലും നീ ഇങ്ങോട്ടേക്ക് വരികയല്ലേ, അപ്പൊ പിന്നെ നിന്നോട് നേരിട്ട് ഇതിനെ പറ്റി പറയാന്നോർത്തു. അതെ, ഈ ഫോണിൽ കൂടി പറയുന്നതിനും ഭേദമല്ലേ നേരിട്ട് പറയണേ? അതല്ലേ നല്ലത്. ഹോ, ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. പക്ഷെ എനിക്ക് ചെലവ് കിട്ടണം. ചെലവല്ലേ, അത് സെറ്റാക്കാം. ഇഷിതക്കും കൂടി ഒരു ചെക്ക സെറ്റായ നമ്മുടെ ഗ്രൂപ്പ് അങ്ങ് ടാലി ആവും അല്ലേ ദിയ? വേണോന്ന് വെച്ചിരുന്നെങ്കിൽ അവൾക്ക് കോളേജിൽ പഠിക്കുമ്പോൾ ഒരാളെ സെറ്റ് ആക്കായിരുന്നു. ഹാ, അതാര്? വെയിറ്റ്, നീയാ മനുവിന്റെ കാര്യമാണോ ഈ പറയണേ? മനു? ഹാ, അതാരാ? ഞാനറിയാത്ത പുതിയ കഥാപാത്രം. അതാരുമില്ല, ഇവൾക്ക് ഭ്രാന്ത. ചുമ്മാ പഴയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരിക. നീ മിണ്ടാണ്ടിരിക്കുക. ദിയ, നീ പറ, ആരാ ഈ മനു? ആക്ച്വലി ഈ മനു കോളേജിൽ പഠിക്കുമ്പോൾ നമ്മുടെ ഇഷിതയുടെ ഫാൻ ബോയ് ആയിരുന്നു. ഫാൻ ബോയ് തേങ്ങ. അവനെപ്പോലൊരു ലോക തോൽവിനെ ഞാൻ എൻ്റെ കരിയറിൽ കണ്ടിട്ടില്ല. അതെ 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 അതെ, പച്ച പരമാർത്ഥമായ സത്യം. അങ്ങനെയല്ലേ? അത് തന്നെ. 6 വർഷങ്ങൾക്ക് മുന്നേ ഒരു കലാലയ ജീവിതം. നീ എന്ത് വെറുപ്പിക്കലാ? പോയി ഫ്ലാഷ് ബാക്ക് ഇടും, നമുക്കത് മതി. അത് മതി, നമുക്ക് ഫ്ലാഷ് ബാക്ക് ഇടാം. ഫ്ലാഷ് ബാക്ക്. ഡേയ്, എന്തായി? ഞാൻ പറഞ്ഞ ഐറ്റം കിട്ടിയോ? ഹാ, കിട്ടി. ഇതന്വേഷിച്ച് ഞാൻ എവിടം വരെ പോയെന്നറിയോ? എടി, നീ ആൻറ്റീനോടൊന്ന് പറ, അയാള് പറ്റിക്കണയാണെന്ന്. അല്ലാണ്ട് ഇങ്ങനെയൊക്കെ ഒരു മരുന്നുണ്ടാവോ അസുഖം മാറാനായിട്ട്? ഞാനിതുവരെ കേട്ടിട്ടില്ല. ഓ, ഞാൻ എന്ത് ചെയ്യാനാ? നിനക്കറിയാലോ അമ്മയുടെ സ്വഭാവം. ആരെന്ത് പറഞ്ഞാലും അങ്ങ് വിശ്വസിച്ചോളും. ഇതെങ്ങാനും കൊണ്ട ചെന്നില്ലെങ്കിൽ ആ വീട് പുള്ളിക്കാരി തലകീഴായി മറിക്കും. ഹായ്, എന്താ രണ്ടും കൂടി ഒരു സ്വകാര്യം പറിച്ചില്ലേ? ഹേ, ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ. എന്നതാ കൊച്ച നിന്റെ കയ്യിൽ? ഇത് കുറച്ച് ആട്ടും കാട്ടം. അതെന്തിനാണ് നിനക്ക്? ഓ, അത് എനിക്കല്ല, ദാണ്ടേ ഇവൾക്ക്. നിനക്കെന്തിനാണ് ദിയ ഈ ആട്ടും കാട്ടുമൊക്കെ? അത് പിന്നെ നിനക്കറിയാലോ, അപ്പൂപ്പനും നടുവേദനയ്ക്കായിട്ട് കിടപ്പാന്ന്. അപ്പം അമ്മേനോട് ഏതൊരു വൈദ്യര് പറഞ്ഞു, ഈ ലേഹ്യത്തിൻ്റെ കൂടെ ആട്ടും കാട്ട് വരച്ച് ചേർത്താൽ അപ്പൂപ്പന് നടുവേദന മാറുന്നു.
അങ്ങനെയൊക്കെ ഒരു മരുന്നുണ്ടോടി? ഹാവോ, എനിക്കറിയില്ല. മോളൂസേ, മോളൂ, ഏട്ടനിതാ വന്നു. നീ എന്താണ് മനു ഇന്നീ കത്തി വേഷത്തില്? ഹേ യോ, ദിസ് ഈസ് നോട്ട് കത്തി വേഷം. ഇത് ഞാനെൻ്റെ മോളൂസിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. എൻ്റെ മോള് പറ, എങ്ങനെയുണ്ട് ഏട്ടൻ്റെ ലക്ക്? സൂപ്പർ. എസ്റ്റർഡേ വിളിച്ചിട്ട് എന്താ മോളു ഫോൺ പിക്ക് ചെയ്യാനേ? ഏട്ടൻ വല്ലാണ്ടങ്ങ് ടെൻസ്ഡായി പോയി. എന്റെ മനു, നിന്നോട് ഞാൻ പറഞ്ഞല്ലേ എനിക്ക് അങ്ങനെ ഫീലിങ്സ് ഇല്ല. പിന്നെ എന്തിനാ ഞാനിങ്ങനെ ശല്യം ചെയ്യുന്ന? മോളു അരുത്, ഞാൻ ഈ ചങ്ക് പറിച്ച് കാണിച്ചിട്ട് നീ എന്തുകൊണ്ടാ മോളു അത് ചെമ്പരത്തി പോയി കാണുന്നേ? എൻ്റെ ഈ ഹൃദയം നിനക്കായി തുടിക്കുകയാണ് മോളൂസേ, തുടിക്കുകയാണ്. ഓ ഇവൻ പാടന്ന് ഞാനിനി പറഞ്ഞ സെഡാവും. അയ്യോടാ പാവം, നീ വിഷമിക്കണ്ടടാ മനു. ഇവിടെ നിനക്കൊരു ജീവിതം തന്നില്ലെങ്കിലേ നിനക്ക് ലിസ ഒരു ജീവിതം തരും. ഞാൻ തരുമൊന്നുമില്ല, നീ തരും. നിങ്ങളിങ്ങനെ അടി വെക്കാതെ. നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഞാൻ എൻ്റെ അടുത്ത ജന്മം നിങ്ങൾക്കായി സമർപ്പിക്കാം. പക്ഷേ ഈ ജന്മത്തിൽ ഞാൻ എൻ്റെ മോളൂസിൻ്റെത് മാത്രമാണ്. അയ്യേ ക്രിഞ്ച്. ചിഞ്ചു എവിടെ? എന്നാ മോളുമോളുടെ കയ്യിൽ ഏട്ടന് വേണ്ടി കൊണ്ടുവന്നതായിരിക്കും അല്ലേ? നേരത്തെ പറയണ്ട, ഇതൊക്കെ സർപ്രൈസ് ആയിട്ട് ഒളിപ്പിച്ച് വെച്ചിരിക്ക. കൊച്ചു കള്ളി, ഇങ്ങോട്ട് താ. അയ്യോ മനു, അതല്ല കഴിച്ച് എടാ നാറി, എന്റെ അപ്പൂപ്പന്റെ കാട്ടമാണ് നീ എടുത്ത് കഴിക്കണത്. ഇതെന്താ സാധനം? ചവർപ്പ്. കഴിക്ക് കഴിക്ക് കഴിക്ക്. വെരി ടേസ്റ്റി. പക്ഷെ ഇതില് എന്തോ ഒരു ചവർപ്പ്. അത് മനു, നമ്മുടെ ഈശയുടെ അങ്കിളെ പുതിയ തരം ചേരുവകൾ ചേർത്ത് ഗൾഫിൽ നിന്ന് പ്രത്യേകം എക്സ്പോർട്ട് ചെയ്ത. സത്യം പറഞ്ഞ ഇതെന്റെ അപ്പൂപ്പന് വേണ്ടി ഈശ പ്രത്യേകം കൊണ്ടുവന്നതാ. പക്ഷെ ഇതാദ്യമായി കഴിക്കാൻ ഭാഗ്യം കിട്ടിയത് മനുവിനും. നേരത്തെ പറയണ്ടായിരുന്നു ഇത്. നീരജേ, നീ എന്നെ വിളിച്ചില്ലേടാ? ഞാൻ വന്നി. അവിടെ ആരുമില്ലല്ലോ ഇനി. പാവം അവനോടി. അയ്യോ, മനു ഒരു കോമഡി പീസ് തന്നെ. അല്ല, എന്നിട്ട് പിന്നെ കണ്ടില്ലേ? കോളേജിൽ വെച്ച് പിന്നെ അവൻ എപ്പോഴും കാണും. പിന്നെ അവനൊരു പാവമായതുകൊണ്ട് ഞാൻ കംപ്ലൈൻ്റ് ഒന്നും ചെയ്തില്ല. കോളേജ് കഴിഞ്ഞ ആ ശല്യം തീരുമെന്ന് ഓർത്താ അതുമില്ല, എപ്പോഴും എൻ്റെ ഫോണിട്ട് വിളിക്കും. അവനെ പേടിച്ച് അവസാനം എൻ്റെ നമ്പർ വരെ ഞാൻ മാറ്റി. ഇപ്പം എവിടെയാണോ ആവോ. അല്ല, അപ്പൊ ദീയുടെ അപ്പൂപ്പനോ? പുള്ളിക്ക് നിങ്ങൾ കഷായം കൊടുത്തോ? ഓ, അതിന് ഈ കഷായത്തിൻ്റെ ആവശ്യമൊന്നും വന്നില്ല. അതിനു മുന്നേ പുള്ളിനെ കാലം കൊണ്ടുപോയി. എന്നാലേ ഞാൻ ഇറങ്ങട്ടെ, ഇനി നിന്ന ലേറ്റ് ആവും. എടി, ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാം, ഒറ്റയ്ക്ക് പോകണ്ട. വേണ്ട, നിങ്ങൾ വിട്ടോ, ഇവിടെ അടുത്തല്ലേ, ഞാൻ ക്യാബ് വിളിച്ചോളാം. ഉറപ്പല്ലേ? നീ പൊയ്ക്കോളൂലേ? നിങ്ങൾ പൊയ്ക്കോ, അവിടെ എത്തുമ്പോൾ ഞാൻ വിളിച്ചേക്കാം. എന്നാ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണം, കേട്ടല്ലോ? താങ്ക് യു. ഹേയ് യു, താനല്ലായിരുന്നോ ഇന്നലെ ഈവനിങ് മഴയത്ത്? ഞാൻ കണ്ടിരുന്നു, ഞാൻ വിളിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ താൻ കേട്ടില്ല. അത്രക്കും ഇഷ്ടമാണോ ഈ മഴ നനയാൻ? പക്ഷേ ഇങ്ങനെ നനഞ്ഞാൽ പല പനിയും പിടിക്കും കേട്ടോ. അയ്യോ സോറി, ഞാനെന്നെ പരിചയപ്പെടുത്തില്ലല്ലേ. എനിവേ, ഐ ആം ഇഷിത. താനോ?
ഹലോ, ഞാൻ തന്നോടാ ഈ സംസാരിക്കുന്നത്. ജാട. സമയമുണ്ടല്ലോ, നമ്മൾ സെയിം ബ്ലോക്കല്ലേ, സെറ്റാക്കാം. He's such a beautiful guy. ഒരു ഏഞ്ചലിനെ പോലെ. His eyes, his lips. ഞാൻ എന്തൊക്കെയാ ഈ ചിന്തിക്കുന്നത്? ഹലോ, ഗുഡ് മോർണിംഗ്. തിരിച്ചും ഒരു ഗുഡ് മോർണിംഗ് പറയാട്ടോ. ഹെഡോ, താനെന്താ ഒന്നും മിണ്ടാത്തെ? ഇന്നലെ മിണ്ടില്ലല്ലോ. അറ്റ്ലീസ്റ്റ് തന്നെ നെയ്മെങ്കിലും പറ. അല്ലെങ്കിൽ താൻ പഠിക്കുകയാണോ അതോ വർക്ക് ചെയ്യുകയാണോ? അതെങ്കിലും ഒന്നും പറഞ്ഞൂടെ? ദേ പോണു. ഇതിന്റെ സാധനം ഇത് ഇങ്ങോട്ട് പറ്റത്തില്ല. ഡോ, താൻ അവിടെ നിന്നേ. തന്നോടല്ലോ ഇത്ര നേരം ഞാൻ സംസാരിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ തനിക്കെന്താ എന്നോടൊന്നും മിണ്ടിയ? അല്ലെങ്കിൽ താൻ വല്ല ഊമയാണോ? അല്ലെങ്കിൽ എന്നോട് മിണ്ടാൻ താല്പര്യമില്ലാത്തോണ്ടാണോ? അതല്ലെങ്കിൽ നീ വല്ല ശബ്ദം എടുത്തേക്കാണോ നീ സംസാരിക്കില്ലെന്ന്? വീണ്ടും പോയി. ഇവന്റെ അന്ത്യം എന്തായാലും എന്റെ കൈ കൊണ്ട് തന്നെയായിരിക്കും. നിനക്കിതെന്നാ പറ്റി വെച്ചേ? ഞാൻ വന്നപ്പോ തൊട്ട് ശ്രദ്ധിക്കുക. ഒന്നും മിണ്ടണമില്ല, മുഖമാണെങ്കിൽ ഒരുമാതിരി കടന്നാല് കുത്തിയ പോലെ. എന്ത് പറ്റി എൻ്റെ അളിയനെ? ഓ, അതൊന്നുമില്ല, ഞാനൊരു സിഗ്മാമയിലെ കുറിച്ച് ആലോചിച്ചതാ. എന്തോന്ന്? ഓ, അതൊന്നും ഇല്ല. സിദ്ധു എന്തെന്ന് വരാഞ്ഞേ? അവന് നാട്ടിലേക്ക് പെട്ടെന്ന് പോകേണ്ടി വന്നു. അമ്മക്ക് വയ്യാന്ന്, എന്തോ പനി. അതിന് എന്തിനാണോ ഇവനിങ്ങനെ വിളിച്ചു വരുത്തണേ? അതുകൊണ്ട് പോയേക്കുക. നാളെ വരും. ദിയ, നീ ഒന്ന് സൂക്ഷിച്ചോ. അല്ല, നീ സിനിമയിലെ കണ്ടിട്ടില്ലേ? അച്ഛന് വയ്യ അമ്മക്ക് വയ്യ എന്നൊക്കെ വിളിച്ചു വരുത്തിയിട്ട് നാട്ടിലെ ഏതെങ്കിലും ഒരു പ്രമാണിയുടെ മോളായിട്ട് ഈ മകൻ്റെ കല്യാണമൊക്കെ നടത്തിക്കണേ. ഇനി അങ്ങനെ വല്ല ആയിരിക്കും ഇത്. അങ്ങനെ വല്ല തള്ളക്ക് പ്ലാൻ ഉണ്ടെങ്കിലേ അവരെ ഞാനായിരിക്കും ആദ്യം കൊല്ലണേ. നമുക്ക് ഇന്ന് പുറത്തുനിന്ന് ഫുഡ് ആക്കിയാലോ? ഇവിടെ നല്ല അടിപൊളി ഫുഡ് കിട്ടുന്ന ഒരു സ്പോട്ട് ഉണ്ട്. അതിനിപ്പോൾ എന്താ, നമുക്ക് പോയേക്കാം. നീ പറഞ്ഞ ശരിയാട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് ഇവിടുത്തെ ഫുഡ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സിദ്ധു ഇവിടെ മിക്കപ്പോഴും വന്ന് ഫുഡ് കഴിക്കണേ. ആക്ച്വലി ഈ സ്പോട്ട് എനിക്ക് ആദ്യം കാണിച്ചാൽ സിദ്ധുവാ. എൻ്റെ ദിയ, നീ അതിരുന്ന് കഴിക്കാൻ നോക്കിയിട്ട് സംസാരിക്കണ്ട, വല്ല തൊണ്ടയിലും കിട്ടും. ഇയാളെന്താ ഇവിടെ? കൂടെ ഒരു പെണ്ണുണ്ടല്ലോ. ഇനി ഗേൾഫ്രണ്ട് വല്ല ആയിരിക്കോ? എൻ്റെ ഈശ്വര, നീ എൻ്റെ കഞ്ഞിൽ പാറ്റിയിടല്ലേ. നീ ഇതാര വായ നോക്കിക്കൊണ്ടിരിക്കുക? ഇരുന്ന് കഴിക്കോ വച്ചേ? ദാ ചിരിക്കുന്നു. ദേ അവളും ചിരിക്കുന്നു. ഓ, രണ്ടെണ്ണം കൂടി അങ്ങ് ഒലിപ്പിച്ചിരിക്കുക. അപ്പോൾ ഇവന് എന്നോട് മിണ്ടുമ്പോൾ മാത്രമാണോ ഈ ആറ്റിറ്റ്യൂഡ്? ഓഹോ, ഇത്ര അങ്ങോട്ട് ചിരിക്കാനായിട്ട് എന്ത് വലിയ കോമഡി പറയുന്ന രണ്ടും കൂടി ഇരുന്നു. എടി, ഞാൻ ഒന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാവേ, ഒരു മിനിറ്റ്. എന്താ ക്രിസ്റ്റി, നീ ഇങ്ങനെ ചിരിക്കല്ലേ? ക്രിസ്റ്റിയോ? ഓ, അപ്പൊ ഈ പൊട്ടന്റെ പേര് ക്രിസ്റ്റി എന്നായിരുന്നോ? അതെ. എന്തുവാ പുല്ലേ, മനുഷ്യനെ പേടിപ്പിച്ച് കളഞ്ഞല്ല. കൊറേ നേരം ആയല്ല, ആരവായി നോക്കി നിൽക്കുക. ഇങ്ങനെ നിന്നാ മതിയോ? നമുക്ക് പോവണ്ടേ?
ആ പോവാം, വാ. തങ്ങള് തിന്ന കദിന്ന ത തിന്ന കദിന്ന 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 തങ്ങള് തിന്ന കദിന്ന ത No! ഹ, അയ്യോ, സ്വപ്നമായിരുന്നു. സ്വപ്നത്തിൽ ഇങ്ങനെയാണെങ്കിൽ നേരിട്ട് എങ്ങനെയായിരിക്കും ടീച്ചർ? പട്ടി, അവൻ കാരണം എൻ്റെ ഉറക്കം പോയി. ഇങ്ങനെയാണ് ഈ കാര്യത്തിൻ്റെ പോക്കെങ്കിൽ എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. ഇഷ, എണീറ്റേ. ഓ, ഇവള് എന്ത് ഇഷിത, നീ എണീക്ക്, ഓഫീസിൽ പോണ്ടേ? എന്താടി, ലിപ്സ്റ്റിക് അല്ലേ, അതാ ഫ്രിഡ്ജിൻ്റെ ഉള്ളങ്ങനെ കാണും, നീ പോയി എടുത്തോ. ലിപ്സ്റ്റിക്കോ? ഇവള് ഇടിപ്പുള്ളേ, എണീക്കടി. അയ്യോ, എൻ്റെ തല വെട്ടിപ്പൊളിയുന്നു. ഹാ ദിയ, എനിക്ക് നല്ല തലവേദനയാടി, തലയ്ക്ക് ഒരുമാതിരി വിങ്ങുന്ന പോലെ. ഹാ, എങ്ങനെ തലവേദന വരാണ്ടിരിക്കുന്നത്? ഇന്നലെ അതിന് മാത്രമല്ല നീ അടിച്ച് കയറ്റിയത്. എന്താ? ഓ, നമ്മളിന്നലെ അടിച്ചല്ലേ, ഞാനാണെങ്കിൽ കുറച്ച് ഓവറായി. കുറച്ചൊന്നുമല്ല, നീ ഇന്നലെ നല്ല അധികം ഓവറായിരുന്നു. എടി, നീ എനിക്ക് കടുപ്പത്തിൽ ഒരു കോഫി ഇട്ടുതരൂ, അല്ലാണ്ട് ഇത് മാറില്ല. ഹാ, കോഫി കിട്ടുതരാം, പക്ഷെ അതിനു മുന്നേ എനിക്ക് വേറൊരു കാര്യം അറിയാനുണ്ട്. ആരാ മോളെ ഈ ക്രിസ്റ്റി? ക്രിസ്റ്റി? നീ എന്താ അങ്ങനെ ചോദിച്ചേ? ബെസ്റ്റ്, നിനക്കപ്പം ഇന്നലെ നടന്ന കാര്യങ്ങളൊന്നും ഓർമ്മയില്ലേ കൊച്ചേ? കുറച്ച് വെള്ളം അകത്ത് വന്നപ്പോൾ നിനക്ക് ഇന്നലെ എന്തായിരുന്നു? അവനോട് പ്രേമം, അവനെ നിനക്ക് കാണണം. അയ്യോ ദിയ, ഇന്നലെ ഞാൻ ഒരു പേഗം കൂടി എൻ്റെ ആളിയ. അതെ, നീ മതിയാക്കിയ, നീ ഇപ്പം തന്നെ നല്ല ഓവറാ. ഓവറോ? ഞാനോ? നീ ഒരെണ്ണം കൂടി അങ്ങ് ഒഴിച്ചേ, എന്നിട്ട് വേണം എനിക്ക് നിന്നോട് കുറച്ച് നഗ്ന സത്യങ്ങൾ പറയാൻ. ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം നീ ശ്രദ്ധിച്ച് കേൾക്കണം. നിനക്കറിയാലോ ദിയ, എൻ്റെ ലൈഫിൽ എനിക്ക് ഇന്നേ വരെ ആരോടും ഒരു ഫീലിങ്സ് തോന്നിയിട്ടില്ല എന്ന്. പക്ഷെ ഇന്ന് എനിക്ക് അങ്ങനെ തോന്നി ഒരാളോട്. ക്രിസ്റ്റി. നിനക്ക് ഓർമ്മയുണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ആദ്യമായിട്ട് ഈ അപ്പാർട്ട്മെൻറ്റിൽ വന്ന ദിവസമില്ലേ, അന്നാണ് ഞാനവനെ ആദ്യമായിട്ട് കാണുന്നത്. അന്നില്ലേ ദിയ, ഒടുക്കത്തെ മഴയായിരുന്നു. ഈ കുഞ്ഞു കുട്ടികളൊക്കെ മഴയത്ത് നനയുന്നതും കളിക്കുന്നതും ഒക്കെ നീ കണ്ടിട്ടില്ലേ? അതുപോലെ ആയിരുന്നു അവന്. സത്യം പറയാലോ അളിയ, എൻ്റെ ലൈഫിൽ ഞാൻ ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മഴ ഇന്നേ വരെ കണ്ടിട്ടില്ല. അത്രയ്ക്ക് ഭംഗിയായിരുന്നു അത് കാണാൻ. എന്ത് ഭംഗിയായിരുന്നു എന്നാ? മഴയാണോ അതോ അത് നനഞ്ഞ ആളോ? അങ്ങനെ ചോദിച്ചാ രണ്ടും. എന്നിട്ട് ബാക്കി പറ. എന്നിട്ടെന്താ? എന്നിട്ടൊന്നുമില്ല. അതിനുശേഷം ഞാൻ അവനെ കണ്ടു. ആദ്യം കണ്ടത് ലിഫ്റ്റിൽ വെച്ച്, പിന്നീട് പല സ്ഥലത്തുമായിട്ട് ഞാൻ കണ്ടു. അവനോട് സംസാരിക്കാൻ ശ്രമിച്ചു, പക്ഷേ അവൻ എന്നോട് ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല അളിയ ഇതുവരെ. അതാണ് എനിക്ക് ഏറ്റവും വലിയ സങ്കടം. ഞാൻ എന്തോരം വട്ടം സംസാരിച്ചിട്ടുണ്ടെന്നറിയോ?
ഞാനെന്നൊരാൾ ഇവിടെ കിടന്ന് ഇത്രയും പറയുമല്ലേ, ഒന്ന് മൈൻഡാക്കാം. എവിടെ നിന്ന് നമ്മളന്ന് റെസ്റ്റോറൻറ്റിൽ പോയില്ലേ, അന്ന് അവനവിടെ ഉണ്ടായിരുന്നു. അവൻ്റെ കൂടെ ഒരു പെണ്ണും. അയ്യോ, പെണ്ണോ? അതിൻ്റെ ആരാ? വല്ല ഗേൾ ഫ്രണ്ട് വല്ല ആയിരിക്കും. ഹാ, ഇങ്ങനെ ചങ്കി കുതണ വർത്താനം നീ പറയല്ലേ, എൻ്റെ പൂർ ഹാർട്ട് പൊട്ടിപ്പോകും. അയ്യോ, നീ വിഷമിക്കല്ലേ, അങ്ങനെയല്ല. അതെ, അവന് ഇനി ഗേൾ ഫ്രണ്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ അവനെ കൊണ്ട് നിന്നെ കെട്ടിക്കും. ഇത് ദീയുടെ വാക്ക. റിയലി? എന്നാലേ എനിക്ക് ഇപ്പം തന്നെ ഈ നിമിഷം തന്നെ എൻ്റെ മനസ്സിലാവുന്നതോടുള്ള ഇഷ്ടം എനിക്ക് പറയണം. അതിന് പിന്നെ നമുക്ക് പറയാലോ. അല്ല, അതെങ്ങനെ പറയും? അല്ല, നീ ഇതെങ്ങോട്ടാ? കിച്ചണിടാണെങ്കിലേ വന്ന വഴിക്കൊരു ഗ്ലാസ് വെള്ളം എടുക്കണേ. നടത്ത് നോക്കിക്ക്, പാവം എന്താളെ, കീടത്തിൽ മോഹൻലാൽ പോകുന്ന പോലെ ഉണ്ട്. ഹായ് ക്രിസ്റ്റി, എന്തെടുക്കുമായിരുന്നു? ഇത്ര നേരമായിട്ട് ഉറങ്ങിയില്ലേ? ഓ, ഇങ്ങനെ കല്ലുപോലെ നിൽക്കാണ്ടൊന്നും മുന്നിൽ നിന്ന് മാറിക്കേ, ഞാൻ അകത്തോട്ട് കയറട്ടെ. ഹായ്, നല്ല മണം. ഇപ്പൊ കുളിച്ചോളൂല്ലേ? ഞാൻ കുറച്ച് ലേറ്റായി. അല്ലായിരുന്നെങ്കിൽ നമുക്ക് ഒന്നിച്ച് കുളിക്കായിരുന്നു. എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ചീത്ത പറയാനായിരിക്കല്ലേ? സാരില്ല, അങ്ങനെയെങ്കിലും ഇയാളെ എന്നോടൊന്നും മിണ്ടുമല്ലോ. ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്ന, അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പോയിക്കോളാം. അത് പിന്നെ എങ്ങനെ പറയാം? അത് ഇഷിത, യു ക്യാൻ. എനിക്കിഷ്ടം. ഐ ലവ് യു. അല്ലെങ്കിൽ താനോ ചിന്തിച്ചു, എന്നെ പോലൊരു ലോകസുന്ദരിന തനിക്കിന്ന് വേറെ കിട്ടോ? ഇല്ല, കിട്ടത്തില്ല. വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ മഹാലക്ഷ്മി മുന്നിൽ വന്നു നിന്നാലേ അതിനെ തട്ടിക്കളയിരുന്ന പണ്ടുള്ള കാരണന്മാർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ താനായിട്ട് തൻ്റെ ഒരു ഭാഗ്യത്തെ തന്നെ വെറുതെ കളയുന്നേ. സോ താനെന്നെ ആക്സെപ്റ്റ് ചെയ്തേക്ക്. ക്രിസ്റ്റിയുടെ ചുണ്ട് കാണാൻ എന്ത് രസമാ. ഐ ആം സോറി ക്രിസ്റ്റി. അയ്യോ, എൻ്റെ മാനം പോയി. പോയി പോയി പോയി, എല്ലാം പോയി. ദിയ, എന്നെ നീ തടയരുത്. ഇത് ഈവനിങ് ട്രെയിൻ തന്നെ, ഞാൻ നാട്ടിട്ട് പോവാ. എനിക്ക് വയ്യ ഇവിടെ നിൽക്കാൻ. നീ എന്തുവാണ് ഇങ്ങനെ പിച്ചമ്മയൊക്കെ പറയണേ? ആരുടെ മാനം പോയിന്ന്? നീ എന്തൊക്കെയാ പറയണേ? തെളിച്ച് പറ, ടെൻഷൻ ആക്കല്ലേ. എടി, ഞാൻ ഇന്നലെ ക്രിസ്റ്റിയുടെ റൂമിൽ പോയി. അത് മാത്രല്ല, ഞാൻ അവനെ കയറി ഉമ്മിച്ച്. എന്നിട്ട് ഒന്ന് പോയേഷ, നിന്റെ കെട്ടി ഇതുവരെ വിട്ടിട്ടില്ല കേട്ടാ. നിങ്ങൾ വന്നേ, കെട്ടിവിടാനായിട്ടുള്ള എന്തെങ്കിലും മരുന്നൊക്കെ ഞാൻ കണക്കി തരാം. എടി, എന്നൊന്ന് വിശ്വസിക്കുക, ഇത് തമാശയല്ല. അപ്പൊ നീ പറഞ്ഞു വന്നത് എന്താ? എടി, അത് തന്നെ. പക്ഷെ ഞാനെങ്ങനെ അങ്ങോട്ട് പോയേ? നീയാണോ കൊണ്ടാക്കിയേ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഞാനെങ്ങനെ തിരിച്ചു വന്നേ? എനിക്കതൊന്നും ഓർമ്മയില്ലടി. എന്തായിരിക്കും അവിടെ നടന്നിട്ടുണ്ടാവുക? എടി, നീ ഒന്ന് സമാധാനപ്പെട്, ഞാനൊന്ന് ആലോചിക്കട്ടെ. എടി, ഇന്നലെ ഞാൻ നിന്നെ തപ്പി ഈ വീട് മൊത്തം നടന്നു. കിച്ചണിൽ നോക്കി, റൂമിൽ നോക്കി, ബാൽക്കണിയിൽ നോക്കി, ഈ വീട് മൊത്തം അടിച്ചു പറക്കി. ഞാൻ എന്തൊരു ടെൻഷൻ അടിച്ചെന്നറിയോ? പക്ഷെ ഞാൻ പിന്നെ വന്ന് നോക്കിയപ്പോൾ നീ റൂമിൽ കിടപ്പുണ്ട്. അതെങ്ങനെ? നീ എന്താ വല്ല കുമ്പിടിയാ ഇങ്ങനെ മാറി മാറി കളിക്കാനായിട്ട്? അപ്പോൾ ഉറപ്പാടി ഇത് സത്യം തന്നെ. ഇന്നലെ അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്. അതെ ഇഷ, നീ വിഷമിക്കല്ലേ. ബോധമില്ലാണ്ട് അങ്ങനെയൊക്കെ നടന്നല്ലേ, അത് വിട്ടുകള. അവൻ മറന്നിട്ടുണ്ടാവും. എടി, എന്നാലും ഒരെന്നാലും ഇല്ല. നീ അത് വിട്ട് അടുന്ന് റെഡി ആവാൻ നോക്ക്. നമ്മളല്ലെങ്കിലേ ഇന്ന് ലേറ്റാ. ഓഫീസിൽ പോവാം, ബാക്കി ഇനി അവിടെ ചെന്നിട്ട്. കിസ്സോ? അത് പൊളിച്ചു. സിദ്ധു,
നീ കൂടെ തുടങ്ങല്ലേ. എനിക്കൊരു വഴി പറഞ്ഞ ഞാൻ ഇനി അവൻ്റെ മുഖത്ത് എങ്ങനെ നോക്കും? കണ്ണും കൊണ്ട് നിനക്ക് എന്തുവാ? ബോധമില്ലാണ്ട് അറിയാതെ ചെയ്തല്ലേ, അതവനെ മനസ്സിലായിക്കോളും. പോടി, നിനക്കങ്ങനെയൊക്കെ സിമ്പിളായിട്ട് പറയാം. ഞാനല്ലേ അവനെ ഫീസ് ചെയ്യുന്നത്. അതാലോചിച്ചിട്ട് തന്നെ എനിക്ക് തൊലി ഉരിയുന്നു. ഇഷ, നീ ഇങ്ങനെ ഡെസ്പാവല്ലേ. ഞാനൊരു കാര്യം പറയട്ടെ. എടി, നീ അവനെ കാണുമ്പോൾ നോർമലി എങ്ങനെയാണോ അതുപോലെ മിണ്ടിയാൽ മതി. നിനക്ക് തീരെ ഓർമ്മയുണ്ടായില്ല എന്നല്ല നീ പറഞ്ഞേ. അപ്പം പിന്നെ കാര്യങ്ങൾ എളുപ്പമായില്ലേ. നീ അവനെ കാണുമ്പോൾ നോർമലി എങ്ങനെയാണോ അങ്ങനെ മിണ്ടിയാൽ മതി. ഇങ്ങനൊരു കാര്യമേ നടന്നിട്ടില്ല, ആ രീതി നിന്നാൽ മതി. അപ്പം അവനെ ഓർത്ത് കാണും നിനക്ക് ഇന്നലെ നടന്ന കാര്യങ്ങളൊന്നും ഓർമ്മയില്ലാന്ന്. അവൻ്റെ ഒരു ക്യാരക്ടർ വെച്ച് അവനായിട്ട് നിന്നെ ഇത് ഓർമ്മിപ്പിക്കാൻ വഴിയില്ലെന്നാ എനിക്ക് തോന്നണം. ഇനി ബൈ ചാൻസ് അവനെങ്ങനെ ഓർമ്മിപ്പിക്കുവാണെങ്കിൽ ഇങ്ങനൊരു കാര്യമേ നടന്നിട്ടില്ല എന്നുള്ള രീതിയിൽ നീ നിന്നാൽ മതി. അപ്പോൾ പ്രശ്നം തീരില്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യാല്ലേ? നീ ധൈര്യമായിട്ടിരിക്കേ. ഇന്ന് 2 പട്ടികളും കൂടി ഒരുമിച്ചാണല്ലോ. ബാം, നിനക്ക് അവനെ കിട്ടിയപ്പോ എന്നെ വേണ്ടല്ലേടാ. ഇതേതാ 3ാമതൊരു പുതിയ പട്ടി. ഹലോ ക്രിസ്റ്റി, എല്ലാരും കൂടെ എന്താ പരിപാടി? ഇതേതാണ് ഈ കുട്ടി? കൊള്ളാലോ. എന്താണ് കുട്ടി കണ്ടൂടെ? ഞങ്ങളെ പട്ടിയായിട്ട് കളിക്കുവാണ്. ഇതേതാ ക്രിസ്റ്റി പുതിയൊരു പട്ടി? ഇതിനു മുന്നോടെ കണ്ടിട്ടില്ല. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. അയ്യോ, ഞാൻ ഈ പട്ടിനെ കുറിച്ച് ചോദിച്ചേ. ഡോഗ്. ഇതിനെ ഇവിടെ മുന്നേ കണ്ടിട്ടില്ലേ, അതാ ചോദിച്ചേ. ഓ, അതുകൊണ്ടായിരുന്നല്ലേ. ഇത് എൻ്റെ പട്ടിയാണ് കുട്ടി. സോറി, ഞാൻ എന്നെ പരിചയപ്പെടുത്തില്ലല്ലേ. ഐ ആം മിസ്റ്റർ ഗോപാൽ എൻ. ഗോപാലൻ. ഓ, ഗോപാലൻ. ഹായ്, നൈസ് ടു മീറ്റ് യു. ഐ ആം ഇഷിത. കുട്ടി ഗോപാലൻ അല്ല, ഗോപാൽ എൻ. എൻ KLM N, അതിലെ എൻ. ഓക്കെ. ക്രിസ്റ്റിക്ക് ഡോഗ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ? എനിക്ക് പേടിയാ. അതെന്താണെന്നറിയോ, പണ്ട് എന്നൊരു പട്ടി കടിച്ചിട്ടുണ്ട്. അപ്പോൾ തൊട്ട് എനിക്ക് പട്ടികളെ പേടിയാ. അയ്യോ, ഇഷിതനെ കടിച്ചോ? എന്നിട്ട് പട്ടിക്കൊന്നും പറ്റിയില്ലേ? വളിപ്പ്. ഗോപാലൻ ക്രിസ്റ്റിയുടെ ആരാണ്? ഞാനോ? ഞാൻ അവൻ്റെ എല്ലാമാണ്. ചെറുപ്പം തൊട്ട് ഞാൻ ഇവൻ്റെ കൂടെയാണ്. ഒരേ പാത്രത്തിലുണ്ട്, ഒരേ കിടക്കയിൽ കിടന്ന് അങ്ങനെയാണ് കുട്ടി ഞങ്ങൾ വളർന്നു വന്നത്. പക്ഷെ ദീവൻ ഇടക്ക് മാറി കിടക്കും. എപ്പോ എത്തി? പോന്നോളോ? ഞാൻ ഇന്നലെ നൈറ്റ് ആയപ്പോ എത്തി. അല്ലേടാ? ഇന്നലെ നൈറ്റോ? ഇന്നലെ നൈറ്റ് എപ്പോ വന്നു? ഇന്നലെ നൈറ്റ് എപ്പോഴാ? ഒരു 12 മണി കഴിഞ്ഞാണോ അല്ലേ ക്രിസ്റ്റി? അങ്ങനെ പറ, വെറുതെ അല്ല. എനിക്ക് 10 മണിയാകുമ്പോ തന്നെ ഉറക്കം വരും. അധികം ഉറക്കം നിന്ന് ശീലമില്ലേ, നേരത്തെ കിടക്കും. അതാണ് നമ്മൾ കാണാവുന്നത്. പിന്നെ ക്രിസ്റ്റിയുടെ ബ്ലോക്ക് തന്നെയാണ് എൻ്റെ ബ്ലോക്കും. 2 റൂം അപ്പുറത്താന്നുള്ളൂ. ഓ, അപ്പൊ നമ്മൾ അയൽവക്കക്കാരാണ്. അതെന്തായാലും കൊള്ളാം. അതെ, തൻ്റെ കൂട്ടുകാരൻ എന്താടോ ആരോടും മിണ്ടത്തില്ലേ? അതെന്താന്ന് വെച്ചാലേ, ഞാൻ ഇവിടെ വന്നിട്ടെ ഇന്നത്തേക്ക് 1 മാസമായി. ഇത്ര ദിവസമായിട്ട് ദൈവൻ എന്നോട് ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല. എന്നെങ്ങാനും ഇവൻ ജനിച്ചപ്പോൾ തൊട്ട് വല്ല ഓമയാണോടാ? പറയാൻ പറ്റത്തില്ല. അതാണോ ഇനി മിണ്ടാത്തെ? ഇഷിത, അപ്പോൾ തനിക്ക് ഇത്ര നാളായിട്ട് ഒന്നും അറിയില്ലായിരുന്നല്ലേ? എന്തറിയില്ലായിരുന്നു? താനിപ്പോ തമാശക്കാണെങ്കിലും ഒരു കാര്യം പറഞ്ഞില്ലേ, അത് സത്യമാണ്. എന്ത്? ക്രിസ്റ്റി സംസാരിക്കില്ലടോ. അവൻ ജനിച്ചപ്പോഴേ അങ്ങനെയാ. ആരോടും ഒന്നും സംസാരിക്കാൻ കഴിയില്ല. അവൻ ജന്മന ഊമയാണ്. പിന്നെ തന്നെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അവൻ ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്ക് പെട്ടെന്നൊന്നും അത് മനസ്സിലാവില്ല. ഇപ്പോൾ തന്നെ കണ്ടോ, അവൻ ഈ കാര്യമൊന്നും ആരോടും പറയുന്നത് ഇഷ്ടമല്ലടോ. പിന്നെ ഞാൻ താനായതുകൊണ്ട് പറഞ്ഞതാ. ഇനി താൻ അവനെപ്പറ്റി മോശമൊന്നും വിചാരിക്കണ്ടല്ലോ. താൻ പഴയ പോലെ എങ്ങനെയാണോ അതുപോലെ തന്നെ അവൻ്റെ അടുത്ത് നിന്നാൽ മതി. അവനൊരു സെൻറ്റിമെൻ്റൽ ട്രീറ്റൊന്നും ഇഷ്ടമല്ല. ഇതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അവനൊരുമാതിരി സഹതാപത്തോടു കൂടിയാണ് നോക്കാറ്. അതവന് ഇഷ്ടമല്ല. ഇതോർത്ത് ഇഷിത വിഷമിക്കണ്ട കേട്ടോ. ദൈവം അങ്ങനെയാണോ, എല്ലാവർക്കും ഒരുപോലെ കഴിവൊന്നും കൊടുക്കില്ലല്ലോ.
പോയോ? ക്രിസ്റ്റി സംസാരിക്കില്ലടോ. എന്തിനു ഈശ്വര നീ അവന് ഇങ്ങനെ ഒരു അവസ്ഥ കൊടുത്ത്? പാവല്ലേ അവൻ. എത്ര വട്ടം അവനോട് മിണ്ടാതിരുന്നിട്ടുണ്ട്. അപ്പോഴേക്ക് എനിക്കൊന്ന് ചിന്തിച്ചാൽ മതിയായിരുന്നല്ലോ ഈശ്വര. എന്നെങ്ങാനും ഇവൻ ജനിച്ചപ്പോ തൊട്ട് വല്ല ഊമയാണോടാ? അല്ല, പറയാൻ പറ്റില്ല. ഇനി അതുകൊണ്ടാണോ ഊമ മിണ്ടാത്ത? എൻ്റെ ഈശ്വര, ഞാൻ എന്തൊക്കെയോ പറഞ്ഞവന്. ഞാൻ ഒരാള് കാരണം അവൻ എന്തോരം വിഷമായി കാണും. എടി, നീ വിഷമിക്കല്ലേ. ഞാൻ എങ്ങനെയാടി വിഷമിക്കാതിരിക്കുന്നെ? നീ പറ. എനിക്ക് എന്നോട് തന്നെ ഒരുമാതിരി വെറുപ്പ് തോന്നുക. എത്ര തവണയടി അവനോട് സംസാരിക്കാതിരുന്നിട്ടുള്ള. എനിക്ക് അപ്പോഴൊക്കെ ഒന്ന് ചിന്തിച്ചാൽ മതിയായിരുന്നു ദിയ. അപ്പോഴത്തെ ആ ദേഷ്യത്തിൽ ഞാൻ അവളോട് എന്തൊക്കെയാ പറഞ്ഞേക്കണമെന്ന് എനിക്ക് പോലും അറിയില്ല. പൊട്ടനും സംസാരിക്കാൻ കഴിവില്ലാത്തവനാണോ എന്നൊക്കെ. അതൊക്കെ കേൾക്കുമ്പോൾ അവൻ എന്തോരം ഹേർട്ടായി കാണും. നീ ഇങ്ങനെ വിഷമിക്കല്ലേടാ. നിനക്ക് അറിയത്തില്ലായിരുന്നല്ലോ അവൻ അങ്ങനെയാണെന്ന്. നീ അവനോട് പോയി ഒരു സോറി പറ. അവന് മനസ്സിലാവൂടി. അല്ലെങ്കിൽ നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? നീ ഇന്ന് ചെന്നിട്ട് അവനോട് പോയിന്ന് സംസാരിക്കേ. നിനക്ക് തന്നെ അറിയാലോ. ഇനി ഈ കാര്യം ഓർത്ത് നീ വിഷമിച്ചിരിക്കണം ഞാൻ കണ്ട. ഒരൊറ്റ ചവിട്ട് വെച്ചെറിഞ്ഞ്. നീ വാ, നമുക്ക് ക്യാൻറ്റീനിൽ പോയി ഒരു ലൈം കുടിക്കാം. നിന്റെ മനസ്സൊന്ന് തണുക്കട്ടെ. ഹോ, പൊളിച്ചടാ നീ. ഹാ ഇഷിത, താനിവിടെ നിപ്പുണ്ടായിരുന്നോ? സോറി, ഫ്രണ്ടിലത്തെ ഡോറ് അടച്ചിട്ടുണ്ടായില്ല. അതാ ഞാൻ പിന്നെ അകത്തേക്ക് കയറി വന്നേ. പിന്നെ ക്രിസ്റ്റി ഡാൻസ് കളിക്കല്ലേ, ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് ഓർത്തു. അതൊന്നും കുഴപ്പമില്ലടോ. ക്രിസ്റ്റി ഡാൻസറാണോ? ഡാൻസർ മാത്രമല്ല, ഒരു കൊറിയോഗ്രാഫർ കൂടിയാ. വലിയ പുള്ളിയാ. അല്ല ഇഷിത, എന്താ ചുമ്മാ വന്നാണോ? ആക്ച്വലി ഞാൻ ക്രിസ്റ്റി കാണാൻ വേണ്ടി വന്ന. ഇവനെ ക്രിസ്റ്റി, ഐ എം സോറി ഡോ. സത്യം പറഞ്ഞാൽ തൻ്റെ കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ കാരണം തനിക്ക് കുറെ ഹേർട്ടായിട്ടുണ്ടെന്ന് എനിക്കറിയാം. താനൊന്ന് മനസ്സിൽ വെച്ചേക്കല്ലേ. ക്രിസ്റ്റി, എടാ ഒരു സോറി അല്ലേ, നീ അങ്ങ് അക്സെപ്റ്റ് ചെയ്തേക്ക്. ഇഷിത, ഇത് വേറൊന്നും കൊണ്ടല്ലോ കേട്ടോ. പൊതുവെ ഇവന് ഇങ്ങനെയാന്നേ, ലേഡീസിനോടൊക്കെ ഇടപെടാന് കുറച്ച് പുറകോട്ടാ. പിന്നെ ഒരു സോറി അല്ലേ, അത് അവൻ അക്സെപ്റ്റ് ചെയ്ത് കാണൂന്നേ. അല്ലേടാ ക്രിസ്റ്റി? എന്നാ ഓക്കെ, ഞാൻ പോവാ. നമുക്ക് പിന്നെ കാണാം. ഇഷിത, തനിക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ടോ? ഉണ്ട്. എന്നാ ഐഡി തന്നേക്ക്. അപ്പൊ ഓക്കെ, താൻ ചെല്ലേ. ഒന്നു തൊടാനുള്ളിൽ തീരാ മോഹം. ഒന്ന് കിട്ടിയാൽ തീരും നിന്റെ രോഗം. കുട്ടി, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല. പോയാ കുട്ടി തൽപര കക്ഷിയല്ല തോന്നുന്നു. ഇഷിത അല്ലേ ഇത്? ഹായ് ഇഷിത, താനിതെങ്ങോട്ടാ? ഇന്ന് സൺഡേ അല്ലേ? ഇന്നും വർക്കിങ്ങാ? ഇന്ന് ലീവാ. ഇപ്പൊ ഫ്രണ്ട്സ് ആയിട്ട് ഔട്ടിങ്ങിന് പോകുന്നു. താനെന്താണ് ഇന്ന് ഒറ്റയ്ക്കാണോ? ക്രിസ്റ്റി ഇല്ലേ? അവൻ രാവിലെ തന്നെ അലീനയുടെ കൂടെ പുറത്തേക്ക് പോയി. അലീനയോ? അതാരാ? ക്രിസ്റ്റിയുടെ ഗേൾ ഫ്രണ്ട് ആണോ? ഗേൾ ഫ്രണ്ട് ഒന്നുമല്ല. സത്യം പറഞ്ഞ ഇഷിത, ഗേൾ ഫ്രണ്ട് ഉണ്ടാക്കാൻ മാത്രം ബുദ്ധിയൊന്നും അവനില്ല. അവരെന്താ ആവശ്യത്തിന് വേണ്ടി പുറത്തു പോയതാ. കുറച്ച് കഴിഞ്ഞ് വരുമായിരിക്കും. ഇഷിതൊക്കെ ഇനി ബോയ് ഫ്രണ്ട് പോലെ ഉണ്ടോ? ഇല്ല. ഭാഗ്യം. എന്താണ്? ഒന്നുമില്ല. ഇഷിത എന്നാ ചെല്ല്, എന്നോട് സംസാരിച്ചിനി തൻ്റെ സമയം കളയണ്ട. ഓക്കേടോ, നമുക്ക് പിന്നെ കാണാം.
ആരാ ഏതാന്നൊക്കെ ഇപ്പൊ പറഞ്ഞോ. നിനക്ക് ഞാൻ വഴിയേതൊക്കെ മനസ്സിലാക്കി തരാം. നീ കൊള്ളാം. എന്നാ ഒരു സ്ട്രക്ചറാ. നിന്നെപ്പോലൊരു പെണ്ണിനെയൊക്കെ ആരാണെങ്കിലും ഒന്ന് മോഹിച്ചു പോകും. കൂടുതൽ സംസാരിച്ച് നിന്ന് സമയം കളയാനേ എനിക്ക് താല്പര്യമില്ല. നിന്നെ കണ്ടപ്പോൾ തന്നെ എനിക്കങ്ങ് ബോധിച്ചു. ഇന്ന് രാത്രി എനിക്ക് നിന്നെ അറിയണം. നിന്റെ റേറ്റ് എത്രയാ? നീ എന്നെ തള്ളിയല്ലേ? നിന്നെ പോലുള്ളവന്മാരൊക്കെ തള്ളുവല്ല കൊല്ലുക വേണ്ട. ക്രിസ്റ്റി, എന്തു ധൈര്യത്തിലാ നീ അവളുടെ മേലെ കൈവച്ചേ? നിന്നോടാ ഞാൻ ചോദിച്ചേ, പറയടാ. ക്രിസ്റ്റി മതി, നിർത്ത്. ക്രിസ്റ്റി നിർത്താൻ. ക്രിസ്റ്റി, നിനക്കെന്താ ഭ്രാന്തായോ? ഇനി തല്ലിയാലേ അയാള് ചത്തുപോകും. എന്താ നിനക്കിപ്പൊ ഒന്നും മിണ്ടാനില്ലേ? ഓ, ഞാൻ മറന്നു, നീ ജന്മന ഊമയല്ലേ, നിനക്ക് സംസാരിക്കാൻ കഴിവില്ലല്ലോ. ഇനി നീ പറ, എന്തിനായിരുന്നു ഈ നാടകം? ഇഷിത, നീ ഒന്ന് കൂളാവ്. നീ വിചാരിക്കണ പോലെ നല്ല കാര്യങ്ങള്. ഞാൻ പിന്നെ എന്താ വിചാരിക്കണ്ടേ ക്രിസ്റ്റി? നിനക്കൊരു കാര്യം അറിയോ? നീ സംസാരിക്കില്ലെന്നറിഞ്ഞപ്പോഴേ ഞാൻ എന്തോരം വിഷമിച്ചെന്നറിയോ? ഇപ്പൊ എനിക്ക് മനസ്സിലായി, അതൊക്കെ വെറുതെ ആയിരുന്നെന്ന്. നീ നിന്റെ മറ്റവനും കൂടി ആയിരുന്നില്ലേ എന്നിട്ട് പൊട്ടം കളിപ്പിച്ചത്. എന്നെ കാണുമ്പോ നിനക്കൊക്കെ വല്ല കോമാളിയായിട്ടാണോ തോന്നുന്നേ? നിനക്കൊരു കാര്യം അറിയോ? നീ എന്റെ ഫീലിങ്സ് വെച്ചാ കളിച്ച്. ഇഷിത, നീ വിചാരിക്കണ പോലെ നല്ല. ഞാൻ പറയുന്നൊന്നും നീ കേക്ക്. നീ പറയണൊന്നും എനിക്കിനി കേക്കണ്ട. അതിനി സത്യമാണോ കളവണെന്ന് ആർക്കറിയാം? ഇഷിത, വേണ്ട ക്രിസ്റ്റി, നീ ഇനി എന്നെ അങ്ങനെ വിളിക്കണ്ട. നിന്റെ വായിന്ന് എൻ്റെ പേര് കേൾക്കാനേ നേരത്തെ ഞാൻ കുറെ ആഗ്രഹിച്ചതാ. പക്ഷെ ഇനി നീ എന്നെ അങ്ങനെ വിളിച്ചു പോകരുത്. ഇഷിത, നീ പറയണൊന്നും എനിക്കിനി കേൾക്കണ്ട. ഒരു റിക്വസ്റ്റ് ഉണ്ട്, എന്നോട് നിനക്ക് കുറച്ചെങ്കിലും കരുണ ഉണ്ടെങ്കിൽ എന്നെ അന്വേഷിച്ച് നീ ഇനി വരരുത്. തങ്കഭസ്മക്കുറിയിട്ട തമ്പുരാട്ടി, നിന്റെ തിങ്കളാഴ്ച നൊയ്യമ്പിന്ന് മടക്കും ഞാൻ. മടക്കുന്നുണ്ട് ഞാൻ. ഗോപ, ഇവനിത് അവിടെ പോയി കിടക്കുക. എടാ ഗോപ, എന്താടാ കിടന്ന് കാരണേ? നീ എന്താണ് ഒരുമാതിരി മതം പൊട്ടി ആനേനെ പോലെ? ഇത് നിന്റെ ആസ്ഥാനത്തുള്ള ഈ കോമഡി ഉണ്ടല്ലോ, അത് നീ അങ്ങ് നിർത്തിക്കോ. ഞാനെന്ത് ചെയ്ത്? നിനക്കിതെന്ത് പറ്റി? കാര്യം പറ. ഗോപ, അവളെല്ലാം അറിഞ്ഞടാ. അവളാ? ഏതവള്? എന്തറിഞ്ഞെന്ന്? നീ എന്ത് തേങ്ങയൊക്കെയാണ് ഈ പറയണേ? എടാ മോനെ, ഇതെല്ലാം അറിഞ്ഞു. അയ്യോ, അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഇതേ ഗോപ, നീ ഒരുമാതിരി മറ്റേടത്തെ വർത്താനം പറയാതെ കേട്ടോ. നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതാ, ഇത് വേണ്ട, ഇത് വലിയൊരു പ്രശ്നമാകുന്നു. അപ്പൊ എൻ്റെ ഒരു ഫണ്ണ്. അളിയ, നീ ഇങ്ങനെ വിഷമിക്കല്ലേ, നമുക്കിതിനൊരു സൊല്യൂഷൻ കണ്ടെത്താം. ഇതിലേ നമ്മളില്ല, നീ മാത്രമേ ഉള്ളൂ. നീ തന്നെ ഇത് തുടങ്ങി വെച്ചു, നീ തന്നെ ഇത് സോൾവ് ചെയ്തേ പറ്റൂ ഗോപ. ഓക്കെ, ഞാൻ സോൾവ് ആക്കാം. ഇപ്പൊ നീ ഇന്ന് സമാധാനപ്പെട്ടിരിക്കും. ഇത്ര സമയമായില്ലേ, നാളെ നേരം വെളുക്കട്ടെ, നമുക്ക് അവളെ കണ്ട് സംസാരിക്കാം. സോൾവ് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ നിനക്ക് തന്നെ അറിയാലോ എൻ്റെ താണി സ്വഭാവം നീ കാണും. ഇനി പറഞ്ഞ പോലെ ഇവനെങ്ങനെ ചെയ്യൂ? ഹായ് ഇഷിത. ഗോപാല, നിന്നെ കൺമുന്നിന്ന് പൊക്കോ, എനിക്ക് ആകെ പൊളിഞ്ഞിരിക്കുക. അയ്യോ ഇഷിത, അങ്ങനെ പറഞ്ഞൂടാ. ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ കൂടെ ആരാ വന്നേക്കണം നോക്കേ. വിട്ടോ, രണ്ടും വിട്ടോ. എനിക്ക് നിങ്ങൾ രണ്ടിനെ കാണണ്ട. ഇഷിത, ഇങ്ങനത്തെ കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കരുത്. ഞങ്ങൾക്ക് പറയാനുള്ള താനൊന്ന് കേക്ക്. താനിപ്പോ ഇത് കേട്ടില്ലെങ്കിലേ ഞങ്ങൾ ഇടക്കിടക്കൊന്ന് ശല്യപ്പെടുത്തും. അതിനും ഭേദമല്ലേ അങ്ങ് കേക്കടോ, എന്നിട്ട് താനൊരു തീരുമാനം എടുക്കും. ശരി, എന്താ നിനക്ക് പറയാനുള്ളത്? ഇഷിത,
സത്യം പറയാലോ, ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇത് ഇത്രയും വഷളാവുമെന്ന്. ഇതിനെല്ലാത്തിനും കാരണം ദിവന തണ്ടി. ആക്ച്വലി ഇഷിത തന്നെ പ്രാങ്ക് ചെയ്യണമെന്നുള്ളത് എൻ്റെ ഐഡിയ ആയിരുന്നു. താനെന്ന് ക്ഷമിക്കണോ ഞങ്ങളോട്? എന്നോട് ക്ഷമിച്ചില്ലെങ്കിലും ഇവനോട് ക്ഷമിക്ക്. പാവം, ഇവനൊന്നും അറിഞ്ഞിട്ടില്ല. അവനോട് ഞാൻ ക്ഷമിക്കാം, പക്ഷെ അതിനു മുന്നേ ക്രിസ്റ്റി, നിന്നോട് ഞാൻ നേരത്തെ സംസാരിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ നീ ഒഴിഞ്ഞു മാറിയിട്ടുള്ളൂ. അതിന് റീസൺ എന്താ? അത് പിന്നെ എൻ്റെ ആട്ടുകാലമ്മച്ചി ഇത്ര നടക്കൂല. എൻ്റെ പൊന്നിഷിതാം, അത് അവൻ നിന്നെ ഇഷ്ടമായത് കൊണ്ടാണ്. ഇനിയെങ്കിലും നീ ഒന്ന് വാതുറന്ന് പറയടാ. ദേ ഗോപാല, നിന്റെ പ്രാങ്ക് പരിപാടി ഉണ്ടല്ലോ, ഇന്നത്തോടു കൂടി നീ നിർത്തിക്കോണം. അടുത്തതായിട്ട് അവൻ ഇറങ്ങിയേക്കണം. അയ്യോ, ഇത് പ്രാങ്ക് അല്ല, മണ്ടക്കാട്ട് ഭഗവതിയാണേ. ഇത് സത്യമാണ് ഇഷിത. ഇറങ്ങി പോടാ എന്റെ വീട്ടിൽ നിന്ന്. നിനക്കേ അത് കിട്ടണം. പോടാ പാട്ടി, അത് പോയടാ. എൻ്റെ പാലം, എൻ്റെ മൂക്ക്. ഈ സാധനത്തിലേക്കാണടാ നീ പ്രേമിക്കണേ. നിന്നെ ഞാൻ സമ്മതിച്ച്. ഇതേപോലത്തെ സ്വഭാവമുള്ള പെണ്ണുങ്ങളുള്ളതുകൊണ്ടാ ഞാൻ പെണ്ണ് കേട്ടാത്ത. എന്തോ എങ്ങനെ കേട്ടില്ല? ഇതേപോലത്തെ സ്വഭാവമുള്ള പെണ്ണുങ്ങൾ ഉള്ളത് കൊണ്ടാ എനിക്ക് പെണ്ണ് കിട്ടാത്തത്. അങ്ങനെ പറ, ഇപ്പോഴത് കറക്റ്റായി. നിനക്ക് അവളുടെ പ്രശ്നം സോൾവ് ആക്കണ്ടേ? നീങ്ങ വന്നേ, നമുക്ക് വേറെ വല്ല ഐഡിയ ഉണ്ടോ നോക്കാം. നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ഷിത, ഒറ്റയ്ക്ക് പോവണ്ട, ഞാൻ കൊണ്ടാക്കാന്ന്. എന്തേലും പറ്റിയിരുന്നെങ്കിൽ നീ എന്ത് ചെയ്തേനെ? ഓ, അതിനെനിക്കൊന്നും പറ്റിയില്ലല്ലോ. നീ ഒന്ന് അടങ്ങ്. എന്തുകൊണ്ടാ ഒന്നും പറ്റാഞ്ഞേ? കൃത്യസമയത്ത് ക്രിസ്റ്റി വന്നോണ്ട്. അല്ലായിരുന്നെങ്കിൽ കാണായിരുന്നു. എന്നിട്ടോ അവനോടൊരു താങ്ക്സ് പോലും പറയാണ്ട് അവന്റെ മെക്കറ്റും കയറി അവൾ വന്നേക്കുന്നു. പിന്നെ പെട്ടെന്ന് അങ്ങനെയൊക്കെ കേട്ടപ്പോ എന്റെ കയ്യിൽ നിന്ന് പോയി. നീ എന്ന് കണ്ടതല്ലേ ദിയ, അവന്റെ കാര്യം അറിഞ്ഞപ്പോ ഞാൻ എത്രമാത്രം വിഷമിച്ചെന്ന്. അപ്പോ ഞാൻ ഇത്രയെങ്കിലും കാണിക്കണ്ടേ? അല്ല, എത്ര നാള് നീ ഇങ്ങനെ കാണിച്ചോണ്ട് നടക്കും? എനിക്കറിയില്ല. പിന്നെ കുറച്ചാളും ഞാൻ അവന്റെ പുറകെ നടന്നല്ലേ, ഇനി അവൻ എന്റെ പുറകെ നടക്കട്ടെ. അതെ, അവളുടെ പ്രശ്നം തീർക്കാനുള്ള പുതിയൊരു ഐഡിയ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പറയട്ടെ. എന്റെ ഗോപ, നിന്റെ ഐഡിയ എനിക്ക് കേക്കണ്ട. നിന്റെ ഒടുക്കത്തൊരു ഐഡിയ കാരണം എനിക്ക് തീക്കെതി വന്നേ. അവൻ അടുത്തതും കൊണ്ട് വന്നേക്കുന്നു. അല്ലാണ്ട് ഞാനിപ്പോൾ എന്ത് പറയാനാ? അല്ലെങ്കിൽ നീ അവളോട് നേരിട്ട് പോയി സംസാരിക്ക്. അല്ല പിന്നെ എടാ, നിനക്കറിയാലോ, ഞാൻ അവളോട് മനഃപൂർവ്വം സംസാരിക്കത്തേ അല്ല. അവളെ കാണുമ്പോ തന്നെ എന്റെ കൈയും കാലും നിറയ്ക്കും. അതല്ലേ, അങ്ങനെയുള്ള ഞാൻ എങ്ങനെയാടാ ഈ കാര്യമൊക്കെ അവളുടെ അടുത്ത് പോയി സംസാരിക്കുന്നത്? നീ ഇങ്ങനെ പേടിയും വെച്ചോണ്ടിരുന്നോ? ലാസ്റ്റ് അവൾ ആരെങ്കിലും കെട്ടിക്കൊണ്ടു പോകുമ്പോ നീ പഠിക്കും. അല്ലേലും ഇതേതും ഇങ്ങനെയാ, എറിയാൻ അറിയുന്നവന്റെ കയ്യിൽ വടി കൊടുക്കൂല. ഗോപ, അതെ, നീ നേരത്തെ ഒരു ഐഡിയയുടെ കാര്യം പറഞ്ഞല്ലേ, അതെന്തുവാ? പറ, കേക്കട്ടെ. പറയത്തില്ലടാ തിണ്ടി. ദൈവേ, എന്റെ കൂടെയാ. ഞാൻ ആദ്യം പറയാൻ വന്നപ്പോ നീ എന്താ പറഞ്ഞ? എന്റെ ഐഡിയ കാരണമാണ് നീ ഇങ്ങനെ ഇരിക്കണേന്നാ. അങ്ങനെ ഇപ്പൊ എന്റെ ഐഡിയ കൊണ്ട് നീ രക്ഷപ്പെടണ്ടടാ. ഗോപ, ഞാൻ ചുമ്മാ പറഞ്ഞാടാ. നീ പറ, കേക്കട്ടെ. കോഴിമന്തി. എന്നാ ഞാൻ പറയാം. വാങ്ങിത്തരാം, നീ പറ. അതായത് നീ അവളുടെ അടുത്ത് ചെന്നിട്ട് പറയണം, സത്യത്തിൽ നീ ഒരു ഊമയായിരുന്നു, പക്ഷേ അവളെ ആദ്യമായി നീ കണ്ടപ്പോൾ നിന്റെ മനസ്സിൽ ആത്മാർത്ഥമായ പ്രണയം പോയിട്ടെന്നും നീ പോലും അറിയാതെ അവളെ കാണുമ്പോൾ നിന്റെ നാവുകൾ ചലിക്കാൻ തുടങ്ങിയെന്നും അങ്ങനെയാണ് നിനക്ക് സംസാരിക്കാൻ കഴിവിട്ടെന്നും നീ പറയണം. അത്രോ നീ പറഞ്ഞു കഴിയുമ്പോഴേ അവളെ നിന്നൊരു നോട്ടം നോക്കും. ആ നോട്ടത്തിൽ ഇന്നലെ നിന്നെ അത്രയും പറഞ്ഞതിൻ്റെ സഹതാപവും സങ്കടവും എല്ലാം അവളുടെ കണ്ണുകളിൽ നിനക്ക് കാണാൻ കഴിയും. അത് ഇനി വേണമെങ്കിൽ നീ അവിടെ ചെന്ന് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയൊക്കെ വെച്ചിട്ട് സാരില്ല പോട്ടെ എന്നൊക്കെ പറഞ്ഞാൽ മതി. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? ഗോപ, ഇതാണോടാ പട്ടി നിന്റെ ഐഡിയ? ഇതുകൊണ്ടെങ്ങാനും അവളുടെ അടുത്തേക്ക് എന്നാലേ നിന്റെ കർണടിച്ച് വിളിക്കും അവള്. ഐഡിയ ഇഷ്ടമായില്ലേ? എന്നാ അടുത്ത ഐഡിയ ഉണ്ട്, വേറെ ഐഡിയ പറയാം. എന്റെ ഗോപ, നീ വാ തുറക്കണ്ട. നീ ജനിച്ചപ്പോഴിങ്ങനെ ആയിരുന്നോടാ ദുരന്തമേ. വെറുതെ അല്ല നിനക്ക് പെണ്ണ് കിട്ടാത്ത.
ഇതിനൊരു സൊല്യൂഷനല്ലേ ഞാൻ തന്നെ കണ്ടെത്തിക്കോളാം. നിന്റെ ഒരു സഹായവും എനിക്ക് വേണ്ട. നീ എന്തിനാ പിന്നെ വന്നേ? ഞാൻ പറഞ്ഞല്ലേ എനിക്കൊന്ന് കേൾക്കണ്ടാന്ന്. അതെ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് പറഞ്ഞിട്ട് ഞാൻ പോയിക്കോളാം. അത് അവിടെ നിന്ന് പറഞ്ഞ പോരെ. നീ എന്തിനാ അകത്തേക്ക് വരുന്നേ? എൻ്റെ റൂമിൽ നിന്ന് പുറത്തു പോ ക്രിസ്റ്റി. ഓ, അപ്പോൾ ഞാൻ കയറിയതാണ് പ്രശ്നം. താനെന്ന് എൻ്റെ റൂമിൽ കയറിയപ്പോൾ ഞാൻ ഇങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. എന്ത്? ഞാൻ നിന്റെ റൂമിൽ കയറിയെന്നോ? എപ്പോ? എനിക്കൊന്നും ഓർമ്മയില്ല. ഓ, ഓർമ്മയില്ലല്ലേ? ശരി. ഇഷിത, അപ്പോൾ ഒരാളുടെ പെർമിഷൻ ഇല്ലാണ്ട് അയാളെ കിസ് ചെയ്യുന്നത് ശരിയാണോ? അത് മറുപടി ഇല്ലല്ലേ? എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഞാനതങ്ങ് തിരിച്ചു തരാം. എന്ത്? കിസ്. ക്രിസ്റ്റി, അത് എന്ത് പറ്റി ഇഷിത? അത് ഞാനൊന്നറിയാതെ. എന്തറിയാതെ? അങ്ങനെ പെട്ടെന്ന് അന്ന് ബോധമില്ലാണ്ട് അങ്ങനെ. ബോധമില്ലാണ്ട് എങ്ങനെ? അത് പേടിക്കണ്ട, കണ്ണുറക്ക്, ഞാനൊന്നും ചെയ്യത്തില്ല. അപ്പോൾ മര്യാദയുടെ ഭാഷ പറഞ്ഞ ഇങ്ങനെ പാവത്തെ പോലെ നിൽക്കാനൊക്കെ അറിയാലേ? എന്താ? ഇഷിത, എനിക്കറിയാം പെട്ടെന്നൊന്നും തനിക്കെന്നോട് ക്ഷമിക്കാൻ പറ്റില്ല. ഇതൊന്നും മനഃപൂർവ്വമല്ലടോ. അന്നവൻ ഞാൻ ഊമയാണെന്ന് പറയുന്നൊന്നും ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. താനൊന്ന് സോറി പറയാൻ വന്നപ്പോൾ സത്യത്തിൽ ഞാൻ സംസാരിക്കാൻ തുടങ്ങിയതാ. പക്ഷേ അവനാ എന്നെ തടഞ്ഞ്. അവനോട് ദേഷ്യമൊന്നും തോന്നല കേട്ടോ. ഇങ്ങനെയുള്ള ചില കുരുത്തക്കേടുകൾ കയ്യിലുണ്ടെന്നുള്ളൂ. അവനാള് പാവ. പിന്നെ താൻ ചോദിച്ചില്ലേ തന്നോട് സംസാരിക്കാതെ ഇങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കുന്നത് എന്തുകൊണ്ടാണ്? സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയായതുകൊണ്ടാടോ. എനിക്ക് ഈ ഗേൾസിനോട് ഇടപെട്ടും മിണ്ടിയൊന്നും ശീലമില്ല. ആകെ മിണ്ടുന്നത് അലീനയോടാ. താനന്ന് റെസ്റ്റോറൻറ്റിൽ വെച്ച് കണ്ടില്ലേ, അവളാ. ഓ, അതും കണ്ടോ? ഇവനെന്താ വല്ല മായാവിയാണോ? പിന്നെ അന്ന് അവൻ പറഞ്ഞില്ലേ എനിക്ക് തന്നെ ഇഷ്ടമാണെന്ന്? അത് കള്ളമല്ല, സത്യമാണ്. ഇഷിത, എനിക്ക് തന്നെ ശരിക്കും ഇഷ്ടം. ഇനിയൊരു തീരുമാനം എടുക്കേണ്ടത് താനാണ്. ആലോചിക്ക്. ഞാനെന്നാ പോവാ. ഗുഡ് നൈറ്റ്. എടാ, നീ ഇത് എന്താലോചിച്ചിരിക്ക? നീ അത് ഇതുവരെ വിട്ടില്ലേ? ഞാനത് എങ്ങനെ വിടാനാടാ? എത്ര തവണ ഞാൻ അവളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ അവളൊന്നും തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അവളോട് പോവാൻ പറയാ. നിനക്കെന്താ വേറെ പെണ്ണ് കിട്ടൂലേ? മഞ്ജു പോയ ചിഞ്ചു, അത്രേ ഉള്ളൂ. ഗോപ, എനിക്കതങ്ങനെ പോട്ടേന്ന് വെക്കാൻ പറ്റത്തില്ല. ഇതിനെ ഇന്ന് തന്നെ ഞാൻ തീരുമാനം ഉണ്ടാക്കും. കുറെ ദിവസമായി. കാവടി തുള്ളിയ പോണേ. ദൈവമേ, അവനെ നീ കാത്തോണേ. ക്രിസ്റ്റി, എന്താ ഇത്? എൻ്റെ കൈ വിട്ടേ. ഇഷിത, പ്ലീസ് ഒരു 5 മിനിറ്റ്. എന്താ? ഇഷിത, തനിക്കെന്നോട്
ഇപ്പോഴും ദേഷ്യമാണ്. എടോ, അന്ന് ആക്ച്വലി എന്താ ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞല്ലേ. അവൻ്റെ കൂടെ തമാശയ്ക്ക് ഞാനും നിന്നെന്നുള്ളത് സത്യമാണ്. പക്ഷേ അതൊന്നും നിന്നെ മനഃപൂർവ്വം വിഷമിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടല്ല. അങ്ങനെയൊക്കെ പറ്റിപ്പോയി. ഇതിൻ്റെ പേരിൽ നീ എന്നെ ശിക്ഷിക്കല്ലേ ഇഷിത. ഒന്ന് മനസ്സിലാക്ക്. കഴിഞ്ഞോ? കഴിഞ്ഞെങ്കിൽ ഞാൻ പോയിക്കോട്ടെ. ഇഷിത നിൽക്ക്. ഞാനന്ന് നിന്നെ ഇഷ്ടമെന്ന് പറഞ്ഞതും നിന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ടാന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എടോ, അത് തൻ്റെ തോന്നൽ മാത്രമാണ്. ഇഷിത, തന്നെ ഞാൻ ആദ്യമായിട്ട് എവിടെ വെച്ചാ കാണുന്നതെന്നറിയോ? ലിഫ്റ്റിൽ വെച്ചല്ലേ? അല്ല, പിന്നെ താനന്ന് ബാംഗ്ലൂരിലേക്ക് വന്ന് ട്രെയിൻ ഓർക്കുന്നുണ്ടോ? അന്ന് ആ ട്രെയിനിൽ തൻ്റെ അതേ കമ്പാർട്ട്മെൻറ്റിൽ ഞാനും ഉണ്ടായിരുന്നു. താനെന്നെ കാണാൻ വഴിയില്ല. ഞാൻ തൻ്റെ ഓപ്പോസിറ്റ് അല്ലായിരുന്നു, സൈഡ് സീറ്റായിരുന്നു. തന്നെ ഞാൻ ആദ്യം കണ്ടപ്പോൾ എനിക്കറിയില്ല, എൻ്റെ ലൈഫിൽ ഞാൻ ഇന്നേ വരെ അനുഭവിക്കാത്ത പ്രത്യേക ഒരു ഫീലായിരുന്നു. സംതിങ് സ്പെഷ്യൽ. താൻ പോലും അറിയാതെ തന്നെ ഞാൻ എത്ര വട്ടം നോക്കിയിരുന്നിട്ടുണ്ടെന്നറിയോ? താൻ ചിരിക്കുന്നതും ബുക്ക് വായിക്കുന്നതും പാട്ട് കേൾക്കുന്നതും ഉറങ്ങുന്നതും വെള്ളം കുടിക്കുന്നത് വരെ ഞാൻ എന്തോരം ആസ്വദിച്ചെന്നറിയോ? പക്ഷേ ഞാൻ എന്നെ തന്നെ കൺവിൻസ് ചെയ്യുമായിരുന്നു ഇത് വേറൊരു അട്രാക്ഷൻ മാത്രമായിരിക്കുമെന്ന്. പിന്നെ അന്നൊരു ദൈവനിമിത്തം പോലെ നമ്മൾ ഒരേ സ്റ്റേഷനിൽ ഇറങ്ങി. പക്ഷേ താനന്ന് എന്നൊന്ന് തിരിഞ്ഞു പോലും നോക്കാതെ പോയി കളഞ്ഞു. താനന്നിന് പോയപ്പോൾ എനിക്കറിയില്ല, എനിക്ക് വേണ്ടപ്പെട്ടത് എന്തോ എന്നിൽ നിന്ന് നഷ്ടപ്പെടുന്ന പോലൊരു തരം ഫീലായിരുന്നു. എന്നെ തന്നെ ഞാൻ കുറേയൊക്കെ കൺട്രോൾ ചെയ്തു ഇഷിത. അത് മേ ബി എനിക്കുള്ളതായിരിക്കില്ല അങ്ങനെ. പക്ഷേ എന്നെ ഞെട്ടിച്ചത് വേറൊന്ന. അന്ന് സ്റ്റേഷനിൽ വെച്ച് തന്നെ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ ഞാൻ തന്നെ വീണ്ടും കണ്ടു. അന്ന് ആ മഴയത്ത്. ഹാ, മഴയത്തോ? അപ്പോൾ ഞാനൊന്ന് വിളിച്ചത് താൻ കേട്ടിരുന്നോ? ഹേ, വിളിച്ചതൊന്നും കേട്ടില്ല, പക്ഷേ ഞാൻ തന്നെ കണ്ടു. അന്ന് ആ മഴയ്ക്ക് എന്തോ ഒരു പ്രത്യേകത ഉള്ള പോലെ തോന്നി. എനിക്ക് വേണ്ടപ്പെട്ടത് എന്തോ എന്നിലേക്ക് എത്തിച്ചു തരുന്നത് പോലെ. ഇഷിത, അന്ന് പെയ്ത ആ മഴ എൻ്റെ ശരീരത്തിൽ മാത്രമായിരുന്നില്ല, എൻ്റെ ഹൃദയത്തിലും കൂടിയാണ്. അതിന്നും തോരാതെ പെയ്തുകൊണ്ടിരിക്കുക നിൻ്റെ ഒരു മറുപടിക്ക് വേണ്ടി. ഇഷിത, അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. അതിൽ ഞാൻ ഉത്തരവാദി തന്നെയാണ്. പക്ഷേ തന്നോടുള്ള എൻ്റെ പ്രണയം അത് ആത്മാർത്ഥമാണ്. എനിക്ക് ഒരു അവസരം തന്നൂടെ? ദേ ഇഷിത, ദിസ് ഈസ് ദ ലിമിറ്റ്. നീ എൻ്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. പരീക്ഷിച്ച ഓ, സമ്മതിക്കില്ല ഇവള്. നീ നീ എന്നെ കൊണ്ടത് ചെയ്യിച്ചടങ്ങോളല്ലേ? ആ, കാണിച്ചു തരാം. ഇഷിത, പ്ലീസ് നീ എന്നെ ഒന്ന് മനസ്സിലാക്ക്. ഇതിൽ കൂടുതൽ എനിക്ക് നിന്നെ എങ്ങനെ കൺവിൻസ് ചെയ്യേണ്ട അറിയില്ല. നീ ഇല്ലാണ്ട് എനിക്ക് പറ്റില്ല ഇഷിത. നീ എന്ന് വെച്ചാ എനിക്ക് ഭ്രാന്താടി. ഒന്ന് സമ്മതിക്ക്. നിനക്കറിയോ, ഞാൻ ഇന്നേ വരെ ഒരു പെൺകുട്ടിയുടെ മുന്നിലും മുട്ടുകുത്തിയിട്ടില്ല. എന്നാലേ ആ പതിവ് ഇനി തെറ്റിക്കണ്ട. ഹാ, എന്താ? ഓ, എനിക്ക് ക്രിസ്റ്റീനെ ഇഷ്ടമാണെന്ന്. റിയലി? ഇഷിത, മഴ.
there is something in the rain. ക്രിസ്റ്റി, ഐ ലവ് യു.